നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, മിക്കുറോ ക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കരിക്കകം പൊങ്കാലയാണ് ഇന്ന്. പൊങ്കാലയോടനുബന്ധിച്ചിട്ടുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള അന്നദാന വിശേഷങ്ങൾ ഇന്നത്തെ ഇവിടെ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. പല അന്നദാനത്തിന് വേണ്ടി ഈ ഒരു ക്യൂ ആണ് കേസ് ഞങ്ങളിപ്പോൾ കാണുന്നത്. ലാസ്റ്റ് വരോട്ട് ഞാൻ കുറേ നേരം നിന്നിട്ടാണ് കയറിയത്. डाली थी उसमें वीडियो बनाया है। हाँ കൊണ്ടുപോകുന്നതിന് രഥം വലിക്കാൻ വ്രതമെടുത്ത് നിൽക്കുന്ന ഭക്തന്മാരും വിവിധ അപ്പോൾ നമ്മൾ കരിക്കകം ക്ഷേത്രത്തിൽ വന്ന സമയത്ത് ഏകദേശം 500-ലധികം കിലോയ്ക്കാണെങ്കിൽ വെജിറ്റബിൾ ബിരിയാണിയാണ് ഈ കൊടുക്കുന്നത്. 500 കിലോയിലധികം 500 കിലോയിലധികമാണെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി വിളമ്പുന്ന ഒരു മെയിൻ സ്പോട്ടാണ് അന്നദാനം. കരിക്കകം ക്ഷേത്രത്തിലുള്ള മെയിനായിട്ടുള്ള അന്നദാനമാണ് ഇത്. അന്നദാന മണ്ഡപം ഈ വർഷമാണെങ്കിൽ അതിൻ്റെ ഫംഗ്ഷനിങ്ങൊക്കെ സംഭവം നടന്നായിരുന്നു. പക്ഷേ ഇവിടെ ആക്ച്വലി ഇരുത്തി കഴിക്കാൻ വേണ്ടിയുള്ള സ്പേസില്ല. അതുകൊണ്ട് വെളിയിലാണെങ്കിൽ ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു വിഷയമാണ് കാണുന്നത്. നമുക്ക് വെജിറ്റബിൾ ബിരിയാണി നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വലിയ ചെമ്പ് റണ്ണിങ് ആണ്. ഓൾറെഡി ഒരു ചെമ്പ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 3 ചെമ്പിലാണെങ്കിൽ വലിയ 120 കിലോയോളം ഉള്ള വലിയ 3 ചെമ്പാണ് സംഭവം ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നതാണ്. ഈ സൈഡിലേക്കാണെങ്കിൽ പപ്പടമൊക്കെ വിളമ്പുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ വെള്ളം കൊടുക്കുന്നു. കവറിൽ കഴിച്ചാൽ മതി. 10,000 പേർക്ക് കൊടുക്കണം. 2 തികയണത്. പോട്ട് കൊടുക്കണു. ചോറ് ഇങ്ങോട്ട് വാ. കൈമയുടെ വെജിറ്റബിൾ റൈസാണ്. കൈമയുടെ വെജിറ്റബിൾ റൈസാണ്. വലിയ ക്യൂ ആണ്. ആൾക്കാർ വന്നിട്ട് ഇഷ്ടംപോലെ ഫുഡ് ചോദിക്കുന്നു. ആദ്യ കൂട്ടി ഇഷ്ടംപോലെ അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് ലാസ്റ്റ് വരെ വലിയ ക്യൂ ഉണ്ട്. ഏകദേശം ഒരു 10 സ്റ്റേജിൻ്റെ അവിടം വരെ ഉണ്ട്. ഒരു 600-ലധികം ആൾക്കാർ ഓൾറെഡി വലിയൊരു ക്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ ഭക്ഷണം ആദ്യം കൂടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യക്കൂട്ടി ഇഷ്ടംപോലെ അവർക്ക് ആദ്യക്കൂട്ടി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ലിമിറ്റായിട്ടാണ് കൊടുക്കുന്നത്. അടുത്തത് മിക്സ് ചെയ്യാൻ പറയട്ടോ. നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങിക്കുകയാണ്. ചേട്ടാ ഒരു പ്ലേറ്റ് തന്നെ. നമ്മൾ ഒരു പ്ലേറ്റ്. ഓക്കെ. നമ്മൾ കുറച്ച് ചോറ് മേടിച്ചു. ചേട്ടാ ഒരു പപ്പടം ഇട്ട ചേട്ടാ. ഒന്ന് കുറച്ച് അച്ചാറും ചേട്ടാ കുറച്ച് അച്ചാറും ഒരു സാലഡും വെച്ച്. ഓക്കെ വെള്ളം തന്നിട്ടുണ്ട്. പക്ഷേ ഓക്കെ
നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കണം. ഏതെങ്കിലും ഒരു 2 കസേരയുള്ള സ്പോട്ട് നോക്കി അവിടെ പോയി ഇരിക്കാം. ഇത് ആക്ച്വലി റീസെൻ്റായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്ത അന്നദാന മണ്ഡപമാണ്. അപ്പോൾ അവിടെയാണ് നമ്മളൊന്ന് കഴിക്കാൻ വേണ്ടി ഇരിക്കാമെന്ന് കരുതിയത് ഗൈസ്. ഓക്കെ, ഭക്ഷണം വന്നിട്ട് വെജിറ്റബിൾ ബിരിയാണിയാണ്. കുറേ നേരം ഇന്ന് വീഡിയോ എടുത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഇടയിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് കരുതിയത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ക്യൂവിൽ നിന്നാണ് ഭക്ഷണം മേടിക്കുന്നത്. 2 പപ്പടം, കുറച്ച് ചോറേ മേടിച്ചോളൂ. ആവശ്യം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ. നല്ല ചൂടുണ്ട് കേട്ടോ. കുറച്ച് സാലഡും കുറച്ച് ചോറും കുറച്ച് അച്ചാറും വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് കഴിക്കണം.